കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള സംഗമവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റും കാഞ്ഞങ്ങാട് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് വഴി നേടിയെടുക്കേണ്ട പരിശുദ്ധ പദവി കരഗതമാക്കാനുതകുന്ന വിധം ഹൃദയത്തെ പാകപ്പെടുത്തിയെടുക്കാൻ ഹജ്ജാദികൾക്കാകണമെന്നും ഹജ്ജിലെ കർമ്മങ്ങൾക്കും അത് നിർവഹിക്കപ്പെടുന്ന സ്ഥലങ്ങൾക്കും ദീൻ കൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഹജ്ജാജിമാർ ജാഗ്രത പുലർത്തണമെന്നും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയും സമസ്ത പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്തു. പരിശുദ്ധ ഹജ്ജ് വേളയിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചെല്ലാം നമ്മുടെ നാടിന്റെയും ലോകത്തിന്റെയും മാനവിക സമൂഹത്തിന്റെയും എല്ലാം തന്നെ നന്മയ്ക്കും ഐക്യപൂർണമായ പ്രയാണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അധിനിവേശ ശക്തികൾ ചില രാജ്യങ്ങൾക്ക് മേൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കയ്യേറ്റങ്ങളുടെ ഫലമായി പരിശുദ്ധ ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടെ സംജാതമായിരിക്കുന്ന യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന ആശങ്കകൾ ദൂരീകരിക്കപ്പെടാൻ ഹജ്ജാജിമാർ സർവദാ പ്രാർത്ഥന നിരതരാകാൻ ഹജ്ജാജിമാരെ അദ്ദേഹം ഉണർത്തി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ഹജ്ജ് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്രയും വിശുദ്ധമായ ഭവനാണ്. ജാഹിലിയത്തിനും ബഹുമാനിച്ചിരുന്നല്ലേ കഅബത്തിനെ. മതമുള്ളവരും ഇല്ലാത്തവരും മുശ്രിക്കീങ്ങളും ഒക്കെ ബഹുമാനിച്ചിരുന്നു കഅബത്തിനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിലുള്ള അമ്മൽ പിടിച്ചിരുന്ന ആളുകൾ മാത്രമല്ല, ആ തൗഹീദിന്റെ മേൽ നിന്നവർ മാത്രമല്ല, തൗഹീദിന്റെ മുശ്രിക്കീങ്ങളായ ആളുകളും കഅബത്തിനെ ബഹുമാനിച്ചു. ആ നിൽക്ക് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ജാഹിലിയത്തിലുള്ള കവികളും തന്നെ പറഞ്ഞു, ഈ പുണ്യമായ ഭവനം കൊണ്ട് സത്യം ചെയ്ത് പറയും. അപ്പൊ സത്യം ചെയ്ത് പറയാൻ മാത്രം പുണ്യമായ ഒന്നാണെന്നാണ് ജാഹിലിയത്തിൽ ജീവിച്ച അവര് വരെ കഅബത്തിനെ പറ്റി മനസ്സിലാക്കിയത്. ഖുറൈശിൽപ്പെട്ടതായ ആണുങ്ങളാണ് അവർ ഓടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ ഒരു പുനർനിർമ്മാണത്തിൽ അവർ ഭാഗവക്കായിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ആ പറഞ്ഞത്. അവരതിന്റെ ചുറ്റും തവാഫും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പുണ്യമായ ഭവനം. അപ്പൊ അതൊരു പുണ്യമായ ഭവനായിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതായ ഒരു കാര്യമാണ്. എല്ലാവിധ ആളുകളും, മതമുള്ളവനും ഇല്ലാത്തവനും, ബഹുദൈവ വിശ്വാസികളും അല്ലാത്തവരും, അമ്പിയാക്കന്മാരെ കൊണ്ട് വിശ്വസിക്കാതെ തൗഹീദിന്റെ മേൽ മാത്രം നിന്നിരുന്ന ഒരു കൂട്ടർക്ക് അല്ലാഹു വാഹിദാണെന്നുള്ളത് മനസ്സിലാക്കി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ശിഹാബ് തങ്ങൾ സ്മാരക മംഗല്യനിധിയിൽ നിന്നും എടത്തോട് ബംഗളം മഹലുകളിലെ വിവാഹിതയാകുന്ന പെൺകുട്ടികൾക്കുള്ള ധനസഹായം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുബാറക് ഹസൈനാർ ഹാജിയും വിതരണം ചെയ്തു. തെറ്റുകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ക്ഷമാപൂർവ്വം കരുതലോടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കണമെന്ന മുഖ്യപ്രഭാഷണം നിർവഹിച്ച പ്രമുഖ പണ്ഡിതനും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഫിഗർ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഉസ്താദ് KC മുഹമ്മദ് ബാഗവി അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. MK അബൂബക്കർ ഹാജി, ജാദിയിൽ ഹസൈനാർ, PK അബ്ദുള്ളക്കുഞ്ഞി ഹാജി, KB കുട്ടി ഹാജി, ഷെരീഫ് എഞ്ചിനീയർ, റഷീദ് തോയമൽ, KK അബ്ദുറഹ്മാൻ പാണത്തൂർ, അബൂബക്കർ മാസ്റ്റർ പാറപ്പള്ളി, C കുഞ്ഞാമത് ഹാജി പാലക്കി, മൊയ്തു മൗലവി പുഞ്ചാബി, ഗാലിദ് പാറപ്പള്ളി, MK റംസാൻ ഹാജി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.